എന്താണ് കോണ്ടന്റ് ക്രിയേഷൻ, കോണ്ടന്റ് ക്രിയേഷൻ്റെ ഇമ്പോർട്ടൻസും കോണ്ടന്റ് ക്രിയേഷൻ്റെ ടൈപ്സും ഒക്കെ നിങ്ങളിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വരുന്ന ഏറ്റവും വലിയ ബാരിയറിൽ ഒന്നാണ് നീഷ് സെലക്ഷൻ. അല്ലെ, എന്ത് ടോപ്പിക്കാണ് ഞാൻ സംസാരിക്കുക, എന്തിനു പറ്റിയാണ് ഞാൻ പറയുക എന്നൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. ശരിയാണ്, ദിസ് ഈസ് ഡേ 3 ഓഫ് കോണ്ടന്റ് ക്രിയേഷൻ ഫോർ ബിഗിനേഴ്സ്. ഓൾമോസ്റ്റ് എല്ലാ ബിഗിനേഴ്സും, ഈവൻ ഞാനടക്കം ചെയ്ത വലിയൊരു മിസ്റ്റേക്കാണ്, അതായത് ഈ ഒരു നീഷ് സെലക്ഷന് വേണ്ടി കുറേ അധികം സമയം കളയുന്നത്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. പെർഫെക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഞാൻ നിങ്ങൾക്ക് ഒരു എളുപ്പത്തിലായിട്ട് അതൊന്ന് പറഞ്ഞു തരാം. അതായത് നമുക്ക് ക്രിയേറ്റേഴ്സിനെ 2ആയിട്ട് സെഗ്മെന്റ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അവർക്ക് ജസ്റ്റ് അവരുടെ ലൈഫ് ഡോക്യുമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ചെയ്യേണ്ടത് അവർക്ക് എന്താണോ ഇഷ്ടം, പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുക. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. രണ്ടാമത്തെ ആൾക്കാർ എന്ന് പറയുന്നത് പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുക എന്നുള്ളത്. അതായത് അവരുടെ പ്രൊഫഷനോ അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സോ റിലേറ്റ് അതും കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അവർക്ക് പേഴ്സണൽ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അവർ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും അറിയാവുന്ന കാര്യങ്ങളും പ്ലസ് നിങ്ങളുടെ പ്രൊഫഷൻ അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് കോണ്ടന്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഈ നീഷ് സെലക്ഷൻ നോക്കി ഒരുപാട് സമയം കളയാതെ ഒരു നീഷ് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് പറയാനിഷ്ടമുള്ള കാര്യങ്ങളും ചെയ്യാനിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ബാക്കിയെല്ലാം നിങ്ങൾ ഓൺ ദ പ്രോസസ്സിൽ നിങ്ങൾ ഇവോൾവ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട നീഷിലേക്കും ഓഡിയൻസിലേക്കും നിങ്ങൾ എത്തും. അപ്പോൾ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആക്ഷൻ എടുക്കുക, സ്റ്റാർട്ട് ചെയ്യുക.